സ്വകാര്യവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം അല്ലെ. എന്താണ് ഈ സ്വകാര്യവൽക്കരണം? എന്തോ ഒന്ന് സ്വകാര്യവൽക്കരിക്കുക. അതിനർത്ഥം സ്വകാര്യ മേഖലയുടെ ഭാഗമല്ലാതിരുന്നതിനെ അഥവാ പൊതുമേഖലയിലായിരുന്നതിനെ സ്വകാര്യ മേഖലയുടെ ഭാഗമാക്കുക അല്ലെ. അങ്ങനെ ആയിരിക്കുമല്ലോ. കാരണം പ്രൈവറ്റ് അല്ലാത്തത് എന്താണ്? പബ്ലിക്കാണ്. പബ്ലിക്കിനെ പ്രൈവറ്റാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് പരമ്പരാഗതമായി പൊതുമേഖലയിൽ മാത്രം നടത്തപ്പെട്ടിരുന്ന സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ കൂടി സ്വകാര്യ വ്യക്തികളുടെയോ സ്വകാര്യ ഏജൻസികളുടെയോ നിയന്ത്രണത്തിൽ കൂടി വരുന്ന ഒരു പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഉദാഹരണമായി വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾ പണ്ട് ഗവൺമെന്റ് മാത്രം കൈകാര്യം ചെയ്തിരുന്ന മേഖലകളാണ്. ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾ സ്വകാര്യ വ്യക്തികൾ കൂടി സംഘടിപ്പിക്കാൻ തുടങ്ങി. സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിൽ കൂടി വരാൻ തുടങ്ങി. ഇങ്ങനെ ഗവൺമെന്റ് മാത്രം കൈകാര്യം ചെയ്തിരുന്ന, ഗവൺമെന്റ് മാത്രം നിയന്ത്രിച്ചിരുന്ന കാര്യങ്ങൾ കൂടി നിയന്ത്രിക്കാനുള്ള അവകാശം സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികൾക്ക് നൽകപ്പെടുന്ന പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഈ സ്വകാര്യവൽക്കരണം വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള നേട്ടങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ഗവൺമെന്റിന്റെ അമിതഭാരം കുറക്കാൻ ഇത് സഹായിക്കുന്നു എന്നാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. എന്നാൽ ആ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ്. നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം അഥവാ സൗജന്യമായി ഗവൺമെന്റ് വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന കാഴ്ചപ്പാട്. അത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം മാത്രമാണ്. അപ്പൊ അതിനപ്പുറത്തേക്കോ ഒരു എലമെന്ററി എഡ്യൂക്കേഷൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ 12ാം ക്ലാസ്സൊക്കെ കഴിയുന്ന എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം സൗജന്യമായി നൽകുക എന്ന് പറയുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ രംഗത്തേക്ക്, കാരണം ബിൽഡിങ്ങുകൾ വേണം, അത്രയും ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക, അതിനുവേണ്ട സൗകര്യങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയവയൊക്കെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നതാണ് എന്നും ഇത്തരം മേഖലകളിലേക്ക് സ്വകാര്യ വ്യക്തികളെയും അതുപോലെ തന്നെ സ്വകാര്യ ഏജൻസികളെയും കടന്നു വരാൻ അനുവദിക്കുക വഴി ഗവൺമെന്റിന്റെ മേലിലുള്ള അമിതമായ സാമ്പത്തിക ഭാരം കുറക്കാൻ സാധിക്കുന്നു എന്നത് സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ നഗരവൽക്കരണത്തിന്റെയും ആഗോളീകരണത്തിൻ്റെയൊക്കെ ആ ഒരു നേട്ടത്തിൽ പറഞ്ഞതുപോലെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു. ആർക്ക് വേണമെങ്കിലും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കും എന്ന രീതിയിൽ സ്ഥാപനങ്ങൾ വന്നു. എവിടെയും സ്ഥാപനങ്ങളാണ്, കൂണുകൾ പോലെ മുളച്ചു വരികയാണ്. കാരണം എല്ലാവർക്കും കുറച്ചൊന്ന് പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണം എന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഈ ഗവൺമെന്റ് സെക്ടറിൽ
അധ്യാപകരുടെ അല്ലെങ്കിൽ അനധ്യാപകരുടെ നിയമനത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും സ്വാധീനങ്ങളും കാണും. നമ്മൾ പലപ്പോഴും പത്രത്തിലേക്ക് വായിക്കുന്നതാണ്. എന്നാൽ ഇത് സ്വകാര്യ മേഖലയിൽ പലപ്പോഴും നടക്കില്ല എന്നാണ്. ഒന്നാമത് സ്വകാര്യ മേഖലയിൽ കുട്ടികളെ കിട്ടണമെങ്കിൽ നിലവാരമുള്ള അധ്യാപകർ വേണമെന്ന് ആർക്കറിയാം? സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികൃതർക്കറിയാം. സാധാരണ ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഗവൺമെന്റ് എയ്ഡൊക്കെ ആണെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ കുട്ടികൾ എന്തായാലും വരും. കാരണം ഫീസൊന്നും ഇല്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും കുട്ടികൾ അവർ ചേർക്കും. പലപ്പോഴും ഈ സ്വകാര്യ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ചേർക്കുന്നത് പണക്കാരായ ആളുകളായിരിക്കും. അപ്പോൾ അവർ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാണോ നൽകുന്നത്, അധ്യാപകർ ക്വാളിറ്റി ഉള്ളവരാണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ വേറെ സ്കൂളിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിൽ ഒരു മെരിറ്റും ഇല്ലാതെ, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ആണെങ്കിൽ വലിയ ഡൊണേഷൻ കൊടുത്തിട്ട് ഒരു മെരിറ്റും ഇല്ലാതെ ആളുകൾ കയറി കൂടുമ്പോൾ സ്വകാര്യ മേഖലയിൽ അത് നടക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഈ സ്വകാര്യ സ്കൂളുകളിൽ ടീച്ചേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യും? സ്കൂളിൽ വരും. ഒരു കാര്യം, അവരുടെ ശമ്പളം എന്ന് പറയുന്നത് പലപ്പോഴും അവർ ജോലി ചെയ്യുന്നതിനനുസരിച്ചാണ്. ഗവൺമെൻറ് മേഖലയിലാണെങ്കിൽ വെക്കേഷൻ സാലറി ഉണ്ട്, ലീവ് ഉണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇതൊന്നും ആർക്കില്ല, പ്രൈവറ്റ് സെക്ടറില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പരമാവധി ദിവസം, കൂടുതൽ ദിവസം സ്കൂളിൽ വരാനാണ് അവർ ശ്രമിക്കുക. മറ്റൊരു കാര്യം, ഗവൺമെൻറ് മേഖലയിലുള്ള അധ്യാപകർക്ക് എലക്ഷൻ ഡ്യൂട്ടി, സെൻസസ് വർക്ക്, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടികളാണ്. എലക്ഷൻ ക്ലാസ്സിന് പോകണം, അത് കഴിയുമ്പോഴേക്കും എലക്ഷൻ്റെ ഡ്യൂട്ടിക്ക് പോകണം, സെൻസസിന് പോകണം, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടികളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല അധ്യാപകരും കോളേജിൽ ഉണ്ടാവില്ല, സ്കൂളിൽ ഉണ്ടാവില്ല. എന്നാൽ സ്വകാര്യ മേഖലയിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അധ്യാപകർ വളരെ റെഗുലറായി കൃത്യമായി ക്ലാസ് എടുക്കാൻ വേണ്ടി വരും എന്നത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. ഒരു സ്വകാര്യ മേഖലയിൽ അധ്യാപകർ തങ്ങളുടെ കഴിവും നോളജും അറിവും നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരന്തരം അത് അവരെന്ത് ചെയ്യുന്നു? മിനുക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ ജോലിക്കൊരു സേഫ്റ്റി ഇല്ല, അതിനൊരു സുരക്ഷയില്ല. ഗവൺമെൻറ് സെക്ടറിലാണ് നിങ്ങൾ വൺസ് യു ഗെറ്റ് അപ്പോയിൻറ്റഡ്, നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ അവിടെ സ്ഥിരമായി കഴിഞ്ഞു. പിന്നെ വളരെ ഭീകരമായ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം ചെയ്താൽ മാത്രമാണ് നിങ്ങളെ ഡിസ്മിസ് ചെയ്യുന്നത്. അത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും. സേഫായി. സ്വകാര്യ മേഖലയിൽ അങ്ങനെയല്ല. സ്വകാര്യ മേഖലയിലുള്ള ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഗൾഫ് രാജ്യത്തിൽ അവിടെയുള്ള ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോയിൻ ചെയ്തു. നല്ല സാലറി ഉണ്ടായിരുന്നു. 1,00,000 മേലെ, 1,75,000 ഒക്കെ ആയിരുന്നു സാലറി. 2 ലക്ഷത്തിനടുത്തായിരുന്നു മാസ സാലറി. എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൻ ജോലി രാജിവെക്കേണ്ടി വന്നു. അവൻ പറഞ്ഞത്, അവനെ വിലയിരുത്തിയ, അവൻ്റെ പെർഫോമൻസ് വിലയിരുത്തിയ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ടീച്ചർ അവനോടുള്ള വ്യക്തി വൈരാഗ്യം കാരണം നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തതാണ് എന്നാണ് അവൻ പറഞ്ഞത്. ഏതായാലും അവിടെ ഒരു കാര്യമുണ്ട്, ഒരു വർഷം കഴിയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്ത് വിലയിരുത്തി ഇവാലുവേറ്റ് ചെയ്ത് മാത്രമേ അടുത്ത വർഷം അവരെ സ്ഥാപനത്തിൽ തുടരാൻ അനുവദിക്കണമോ എന്ന് തീരുമാനിക്കും. ഇത് പല സ്വകാര്യ സ്ഥാപനങ്ങളിലും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജോലിക്കൊരു സുരക്ഷയില്ലാത്തത് കൊണ്ട് അടുത്ത വർഷം വീണ്ടും അവിടെ തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നൊരു കാഴ്ചപ്പാട് അധ്യാപകർക്ക് ഉണ്ടാവുകയും അവർ അവരുടെ കഴിവുകളും അതുപോലെ തന്നെ അവരുടെ വിജ്ഞാനമൊക്കെ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മിനുക്കിക്കൊണ്ടിരിക്കും. ഇതൊരിക്കലും ഗവൺമെൻറ് സെക്ടറിൽ കാണാൻ സാധിക്കില്ല എന്നാണ്. അല്ല, കുട്ടികൾക്ക് ഇത് രണ്ട് രീതിയിൽ വരാം. പലപ്പോഴും നല്ല നിലവാരമുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ
കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും. ഗവൺമെന്റ് സ്കൂളുകളുടെ പരിതാപകരമായ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പല സ്കൂളുകളിലും ചുമര് പോലും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവര് തങ്ങളുടെ കുട്ടികൾക്ക് സ്കൂൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അത്യാവശ്യം സൗകര്യങ്ങളുണ്ടോ എന്നുള്ളത്. തങ്ങളുടെ കുട്ടികൾക്ക് പോകാനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ കുറിച്ചവർ അന്വേഷിക്കും. അവിടെയുള്ള വാഹന സൗകര്യത്തെക്കുറിച്ച് അന്വേഷിക്കും. അവിടെയുള്ള ലൈബ്രറിയെക്കുറിച്ച് അന്വേഷിക്കും. അങ്ങനെ എല്ലാം, ക്ലാസ് റൂമുകളുടെ വലുപ്പത്തെക്കുറിച്ച് അങ്ങനെ ഒക്കെ അന്വേഷിക്കും. സൗകര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും അവരെന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് അഡ്മിഷൻ ആണ്. മാത്രമല്ല, ഈ സർക്കാർ സ്കൂളുകളിലെ മറ്റൊരു പ്രശ്നം, എന്തെങ്കിലുമൊക്കെ ഒരു സൗകര്യം സ്കൂളിൽ ഏർപ്പെടുത്തണമെങ്കിൽ, അതിനു വേണ്ടിയുള്ള ഫണ്ട് ലഭിക്കണമെങ്കിൽ അതിൻ്റെ പിറകിലുള്ള സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യില്ല, ഒരു ഫണ്ടിന് വേണ്ടി പ്രൊപ്പോസൽ തന്നെ കൊടുക്കില്ല. അത്രയും വലിയ നൂലാമാലകളാണ്. ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും, അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഹെഡ് മാസ്റ്റർമാർ ഈ ഒരു വയ്യാവേലി വലിച്ച് തലയിൽ കയറ്റണ്ട എന്ന് കരുതിയിട്ട് പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള പ്രൊപ്പോസൽ തന്നെ കൊടുക്കില്ല. ഇതൊന്നും എവിടെയില്ല, സ്വകാര്യ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുപോലെ സ്വകാര്യ സ്കൂളുകളുടെ ഒരു പ്രത്യേകത, സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത, അഡ്മിഷൻ പ്രവർത്തനങ്ങളും മറ്റൊക്കെ വളരെ ഫ്ലെക്സിബിളാണ്, സുതാര്യമാണ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കാണാറുള്ളതാണ്, ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും മറ്റും നമുക്കൊരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. അത്തരം പ്രശ്നങ്ങളൊന്നും പലപ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങളിൽ കാണാറില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് സ്വകാര്യവൽക്കരണത്തിൻ്റെ ദോഷവശങ്ങളിലേക്ക്, അത് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള ദുഷ്പ്രവണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു അംഗീകാരവും ഇല്ലാത്ത വ്യാജ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു എന്നതാണ്. എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ ഈ അടുത്തൊരു കാലത്ത്, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ്, എൻ്റെ നാട്ടിലുള്ള ഗവൺമെൻറ് LP സ്കൂളിൽ പോകേണ്ടി വന്നു. മറ്റു ചിലരുടെ കൂടെ ഒരു വിഷയം ഹെഡ് മാസ്റ്ററുമായി സംസാരിക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ആ സംസാരത്തിനിടയിൽ ഞാൻ വെറുതെ ഒരു നേരം പോക്ക് പോലെ സാറിനോട് ചോദിച്ചു, സാർ, ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ വന്നതുകൊണ്ട് ഇവിടെ അഡ്മിഷനൊക്കെ വളരെ കുറവായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒന്ന് ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് നിന്റെ തെറ്റിദ്ധാരണ, എനിക്കിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ സീറ്റില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട്, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഞാൻ ആ സ്കൂളിനെ കുറിച്ച് പറയുന്നില്ല, പേര് പറയുന്നില്ല, ആ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു. രക്ഷിതാക്കൾ എന്ത് ചെയ്യും, സ്കൂൾ ഇംഗ്ലീഷ് മീഡിയമാണ് എന്ന് കാണുമ്പോഴേക്കും ആ സ്കൂളിലുള്ള അധ്യാപകർ നല്ല നിലവാരമുള്ളവരാണോ, സ്കൂളിന് അംഗീകാരമുണ്ടോ എന്നൊന്നും നോക്കാതെ കുട്ടികൾ അവിടെ ചേർക്കും. ഒരു 3-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് രക്ഷിതാക്കൾക്ക് മനസ്സിലാകുന്നത് തൻ്റെ കുട്ടിക്ക് മലയാളം അറിയില്ല, ഇപ്പം ഇംഗ്ലീഷും അറിയില്ല, ഒന്നും അറിയില്ല. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് പോലെയാണ്, ഒരു വിവരവും ഇല്ല എന്നാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. തുടക്കത്തിൽ മനസ്സിലാവില്ല, കാരണം തുടക്കത്തിൽ 1-ാമത്തെ ദിവസം പോയി 2-ാമത്തെ ദിവസം കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗോ ടു ബാത്റൂം, സിറ്റ് ഡൗൺ, സ്റ്റാൻഡപ്പ് എന്നൊക്കെ പറയും. ഇത് റെഡിമെയ്ഡ് വാക്കുകളാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യും, അവസാനം ഈ സ്കൂളിൽ നിന്നും TC വാങ്ങിച്ച് നമ്മുടെ ഗവൺമെൻറ് LP സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ അഡ്മിഷൻ പോകണം എന്നുകൊണ്ട് വരും. സാർ എന്നോട് പറഞ്ഞത്, ആ സ്കൂളിൽ നിന്നും കൊടുത്തു വിടുന്ന TC പോലും വ്യാജമാണ് എന്നാണ്. കണ്ണൂരിലുള്ള ഒരു സ്കൂളിൻ്റെ TC ആണ്, കണ്ണൂരിലുള്ളൊരു സ്കൂളിൻ്റെ TC ആണ് കൊടുത്തു വിടുന്നത്. ഇതാണ് വ്യാജ സ്ഥാപനങ്ങളാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് മീഡിയം എന്ന് ബോർഡ് കാണുമ്പോഴേക്കും എന്ത് ചെയ്യും, ചാടി പിടിച്ച് അവിടെ പോയി അഡ്മിഷൻ വാങ്ങും.
ഈ സ്ഥാപനങ്ങളൊക്കെ യഥാർത്ഥത്തിലുള്ള റെക്കഗ്നൈസ്ഡ് ആണോ, ഗവൺമെൻറ് അംഗീകാരമുള്ള സ്ഥാപനമാണോ എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, രക്ഷിതാക്കൾ അന്വേഷിക്കാൻ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകപ്പെടുന്ന വിദ്യാഭ്യാസം നിലവാരമുള്ളതാണോ, അത്യാവശ്യം നിലവാരം ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തൊന്നും ഇല്ല. ഒരാളൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പീടികത്തിണ്ണയുടെ മുകളിൽ ഒരു ബോർഡും വെച്ച് തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഗവൺമെൻറ്റിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC കൈപ്പറ്റും. പീടികത്തിണ്ണയുടെ മുകളിൽ പ്രവർത്തിച്ചിരുന്ന B.Ed കോളേജുകളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു B.Pharm കോളേജിന് വേണ്ട അടിസ്ഥാനപരമായ ഒരു സൗകര്യവും ഇല്ലാത്ത B.Pharm സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ ഭാഗമാണ്. അതൊന്നും നേടിയെടുക്കാൻ ഒരു പ്രശ്നവുമില്ലാത്തൊരവസ്ഥ സംജാതമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഈ ഉള്ളവനും ഇല്ലാത്തവനും എന്നത്, കാരണം മിക്കവാറും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ഇടത്തരക്കാർക്കൊക്കെ അത് അവർക്ക് അത്തരമൊരു ഭാരം ഏറ്റെടുക്കാൻ സാധിക്കില്ല. ഒരു ഉള്ളവനും ഇല്ലാത്തവനും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ വന്നു എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം മെഡിക്കൽ കോളേജുകളിലൊക്കെ, സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്രയാണ് പൈസ കൊടുക്കേണ്ടത്? വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഫറൂഖ് B.Ed കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മകൾക്കാണോ മകനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പ്രശസ്തമായ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് അന്ന്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് 60 ലക്ഷമാണ്. അതൊരു 10 ലക്ഷം കുറച്ച് തരാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുമോ, നിനക്ക് അറിയുന്ന ആരെങ്കിലുമാണോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു. അപ്പോൾ ഉള്ളവർക്ക് മാത്രമേ വിദ്യാഭ്യാസം ലഭിക്കൂ, ഉള്ളവനും ഇല്ലാത്തവനും എന്ന ഒരു അവസ്ഥ സ്വകാര്യവൽക്കരണവും സൃഷ്ടിച്ചു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വിദ്യാഭ്യാസം ഒരു സാമ്പത്തിക ചരക്കായി മാറി. ഈ നോളജ് എക്കോണമി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആ വിദ്യാഭ്യാസം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുക. പണ്ട് വിദ്യാഭ്യാസത്തിനൊരു ഒരു സീക്രട്ട് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, ഒരു പരിശുദ്ധ പദവി ഉണ്ടായിരുന്നു, പരിശുദ്ധമായിരുന്നു വിദ്യാഭ്യാസം, അതൊരു സേവനമായിരുന്നു പണ്ട്. ഇന്നതൊരു എക്കണോമിക് ഗുഡായി മാറി. പരമാവധി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവായി വിദ്യാഭ്യാസം മാറി. അതിൻ്റെ ഒരു സേവനം, അതൊരു പരിശുദ്ധമായ കാര്യമാണ് എന്ന ഒരു കാഴ്ചപ്പാട് മാറി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ചില മൂല്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വൈദ്യരംഗത്ത് വരികയാണെങ്കിൽ അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്, എഞ്ചിനീയറിംഗ് രംഗത്ത് അതിൻ്റെ മൂല്യങ്ങളുണ്ട്, അധ്യാപന രംഗത്ത് ഓരോന്നും പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, പ്രൊഫഷനുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ബന്ധു പറഞ്ഞതാണ്, എൻ്റെ അനുജൻ തന്നെയാണ്. അവൻ്റെ ഭാര്യയുടെ ഒരു അസുഖം കാണിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു, അസുഖം ഇതാണ്, സർജറി നിർബന്ധമാണ്, 40,000 രൂപയാണ് അടയ്ക്കേണ്ടത്, വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പോകാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ 60 ലക്ഷം 1 കോടിയോ കൊടുത്തിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചതായിരിക്കും. 5 വർഷം MBBS പഠിക്കുന്ന സമയത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാകാം. വീണ്ടും
അതിൻ്റെ ഒരു MD ബിരുദത്തിന് വേണ്ടി കോടി ചെലവഴിച്ചിട്ടുണ്ടാകും. അങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ അങ്ങനെ ഒരാൾ ഡോക്ടറാകുമ്പോൾ പരമാവധി വേഗത്തിൽ താൻ ചെലവഴിച്ച പൈസ തിരികെ പിടിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. എല്ലാ തൊഴിൽ മൂല്യങ്ങളും നഷ്ടപ്പെടും. അധ്യാപന രംഗത്ത് പോലും തൊഴിൽ മൂല്യങ്ങളില്ലാത്ത അവസ്ഥ. കുട്ടികൾക്ക് മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ പോലും മൂല്യങ്ങളുടെ കൊലയാളികളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ സ്വകാര്യവൽക്കരണത്തിന് വലിയ റോളുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ വളരെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുകയാണ്. ഇപ്പൊ MTech കഴിഞ്ഞ് BEd കോളേജുകളിൽ ജോലി ചെയ്യുന്ന പല അധ്യാപകരെ കുറിച്ച് എനിക്കറിയാം. 10 വർഷം ജോലി ചെയ്തിട്ട് പോലും 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും 15,000 രൂപക്കൊക്കെയാണ് ജോലി ചെയ്യുന്നത്. SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് MTech കഴിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയാണ്. ടീച്ചേഴ്സ് അവരുടെ ഗതികേട് കൊണ്ട് ജോലി ചെയ്യാൻ നിർബന്ധിതരാണ്. അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ചെറിയ വേതനത്തിന്, തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യേണ്ടി വരുന്ന ടീച്ചേഴ്സ് അതിനനുസരിച്ചുള്ള അർപ്പണബോധം മാത്രമേ അവർ കാണിക്കൂ. അവർ അവരുടെ തൊഴിൽ ചെയ്യുമെന്നല്ലാതെ ഒരു അർപ്പണബോധത്തോടു കൂടി കുട്ടികളെ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, ജോലി ചെയ്യില്ല. ഇതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു രീതി ഉണ്ടാവും. കുട്ടികൾക്ക് അവരുടെ പ്രശ്നം അവതരിപ്പിക്കാനോ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനോ ഒന്നിനും പലപ്പോഴും അവസരം ഉണ്ടാകും. കാരണം മാനേജ്മെൻറ്റുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികൾ അങ്ങനെയാണ് വർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ പ്രശ്നത്തിൽ ഇടപെടാനോ കുട്ടികളുടെ താല്പര്യങ്ങൾ അറിയാനോ അവരുടെ വിഷമങ്ങളെക്കുറിച്ച് അറിയാനോ അവരുടെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക, അതൊന്നും അവരുടെ അജണ്ടയിൽ തന്നെ ഇല്ല. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചും ആഗോളീകരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ നഗരവൽക്കരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഗുണവശങ്ങളെക്കാൾ കൂടുതൽ ദോഷവശങ്ങളാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാം, നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കാം. ഗുണവശങ്ങളാണോ കൂടുതൽ, അതല്ല ദോഷവശങ്ങളാണോ കൂടുതൽ?